പല കേസ് എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് പോകാൻ പോകുന്നത് അരിമ്പ്രമലയിലെ മിനിയൂട്ടി എന്നുള്ള സ്ഥലത്തേക്കാണ്. അപ്പോൾ മിനിയൂട്ടി എല്ലാവർക്കും അറിയാവും, പേര് പോലെ നല്ല മനോഹരമായ സ്ഥലമാണ് മിനിയൂട്ടി. ഊട്ടിയോളം വരുന്നില്ലെങ്കിലും ഊട്ടിയോളം അത്ര തന്നെ മനോഹരമായൊരു സ്ഥലം തന്നെയാണ് അരിമ്പ്രമലയുടെ മിനിയൂട്ടി. പക്ഷേ ഈ പോകുന്ന റോഡിൻ്റെ അവസ്ഥ കണ്ടാൽ വളരെ മോശം റോഡാണ്. ഇപ്പോൾ വർക്ക് നടക്കുന്ന സമയം കേട്ടോ, മഴയൊക്കെ ആയതുകൊണ്ടാവും റോഡ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മേലെ ഒരുപാട് ക്രഷർ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ വണ്ടിയൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് ഇത്, ഈ റോഡ് കംപ്ലൈൻ്റ് ആവലും കാര്യങ്ങളൊക്കെ. ഞങ്ങളിപ്പോൾ വരുന്നത് മൊറയൂർ വഴി അരിമ്പ്രമലയിലേക്കാട്ടോ. മൊറയൂർ വഴി വരുമ്പോൾ സ്കൂൾ പടി എത്തുമ്പോൾ റൈറ്റ് ഭാഗത്ത് വലത് ഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഈ റോഡ് പോകുന്നത് അരിമ്പ്രമലയുടെ മുകളിലേക്കാണ് കേട്ടോ. അതുപോലെ തന്നെ വേങ്ങര ഭാഗത്തു നിന്ന് വരുന്നവർക്ക് അങ്ങനെ വരാം. അങ്ങനെയും ഊരകം വഴി അരിമ്പ്രയിലേക്ക് റോഡുണ്ട്. അതുപോലെ തന്നെ കോളനി ഭാഗത്തും സ്ലാരങ്ങാടി കോളനി ഭാഗത്തു കൂടിയും വരാം, അരവങ്ങര ഭാഗത്തു കൂടെ വരാം. അങ്ങനെ ഒരുപാട് വഴികൾ അരിമ്പ്രമലയിലേക്കുണ്ട്. ഇതിലൊരുപാട് വലിയ വണ്ടികൾ കാര്യങ്ങളൊക്കെ പോകുന്നത് കൊണ്ടാണ് കേട്ടോ റോഡ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്നത്. കാരണം കോറികളൊക്കെ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വലിയ വണ്ടികൾ കാര്യങ്ങളൊക്കെ ഇതിൽ പോകും. വേറെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം പറഞ്ഞാൽ അത്രയും കോറികളൊന്നും പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട് കാര്യങ്ങളൊന്നും എടുക്കാനുള്ള കല്ല് കാര്യങ്ങളൊന്നും കിട്ടില്ല. അത്ര തന്നെ. അങ്ങനെ ഞങ്ങൾ മിനിയൂട്ടിയുടെ മേലെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പം ുള്ളത് അരിമ്പ്ര ഭാഗത്തു നിന്നും വേങ്ങര ഭാഗത്തു നിന്നൊക്കെ വരുമ്പോഴുള്ള മിസ്റ്റി ലാൻഡ് എത്തുന്നതിന് മുമ്പ് ഒരു പാർക്കുന്നുണ്ട്. അവിടെയാണ് ഇപ്പോൾ വന്നത്. അവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള പെറ്റ്സ് പാർക്ക് ഉണ്ട്. അപ്പോൾ അവിടെ 30 രൂപയാണ് പ്രവേശന ടിക്കറ്റ് വരുന്നത്. ഇവിടെ ഓപ്പൺ ആയിട്ട് പെരുമ്പാമ്പ്, ഒരുപാട് കിളികൾ കാര്യങ്ങൾക്ക് നമ്മൾ മേലെ വെച്ച് ഫോട്ടോ എടുക്കാം. പെരുമ്പാമ്പിനെ കഴുത്തിലിട്ട് ഫോട്ടോ എടുക്കാം. അതിനൊന്നും പ്രത്യേക ഫീ കാര്യങ്ങളൊന്നുമില്ല. ആകെ 30 രൂപ പ്രവേശന ടിക്കറ്റ് എടുത്താൽ ഇതൊക്കെ നമുക്ക് ഫ്രീ ആയി ആസ്വദിക്കുക. ഈ കിളികളൊക്കെ ഓപ്പണായിട്ട് ഇങ്ങനെ പറന്ന് പോട്ടും, നമ്മൾ മേലെയൊക്കെ വന്നിരിക്കും. അതിപ്പോൾ വിവിധ അതേപോലെ തന്നെ പല കളറിലുള്ള കോഴികൾ, നാടൻ കോഴിക്ക് പെയിൻ്റ് അടിച്ച അംശമുണ്ട്. അങ്ങനെ കുറേ കോഴികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറം ഭാഗത്തായിട്ട് യമു അങ്ങനെയുള്ള വലിയ പക്ഷികൾ കാര്യങ്ങൾ. ഇതിൻ്റെ പുറത്ത് ഇതെന്താ മീൻ, പിരാന് തിമീങ്കലൊക്കെ ഉണ്ടോന്നാണ്, എന്തോ ഒരു മീനൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ. ഏതല്ലോ പിന്നെ കുറേ മീനും സ്വിമ്മിങ് പൂളും അങ്ങനെ കുറേ ഐറ്റംസുകളും കാര്യങ്ങളും. നമ്മളൊക്കെ ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ സമയത്ത് ഈ മേലൊക്കെ വന്നിട്ട് കിളികളൊക്കെ വന്ന് ഇരിക്കുന്നത് കാണും. നമ്മൾ മേലെ വന്ന് കിളികൾ അത്ര പേടി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് വന്ന് ഇരിക്കുന്നത് നമ്മളെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ കാണാൻ പറ്റിയ ഒരു ഏരിയയാണ് അരിമ്പ്രമല. കാരണം നമ്മൾ അവിടെ നിന്ന് കരയുമ്പം ഊട്ടിക്കൊന്നും കൊണ്ടുപോകണ്ട. ജസ്റ്റ് ഒരു 100 രൂപ 200 രൂപ ഉണ്ടെങ്കിൽ ഇവിടെ 100 രൂപ പെട്രോൾ അടിക്കാനും ബാക്കി പൈസ ഇവിടെ കാണാനുള്ള, കുട്ടികൾക്ക് കാണാനുള്ളതുണ്ടെങ്കിൽ ഇവിടെ എത്തിപ്പെടാം. ഒരു ഓന്ത കണ്ടിട്ടോ, എന്ത് ഓന്താണ് അതൊക്കെ കൈ വെച്ച് ഇങ്ങനെ ഫോട്ടോ എടുക്കുക. എനിക്ക് ഇതൊക്കെ പാട്ടെ കടിച്ച് ആകെ മുറിച്ചാവും. അങ്ങനെ ഒരു ഓന്തൊക്കെ ഉണ്ട്, എല്ലാവരും വെച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ വെച്ച് ഫോട്ടോ എടുത്തിട്ടോ. ഇതിൻ്റെ ഉള്ളിലങ്ങോട്ട് കയറി ആകെ കിടികളും മറ്റേൻ്റെ നല്ല അടിപൊളി സൗണ്ട് കേട്ടോ. നാച്ചുറലായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ. ഇതെന്താ മയിലോ എന്താ സംഭവം? ഇങ്ങനെ കുറേ നമ്മൾ കാണാത്ത കുറേ കിളികളുണ്ട് കേട്ടോ, വെറൈറ്റി കിളികൾ. ഇത് ഒരു വാല് വെച്ച് പിടിപ്പിച്ചാണ്, നല്ല വെറൈറ്റി കിളികൾ. നമ്മൾ കാണാത്ത പല വർണ്ണങ്ങളായിട്ടുള്ള കിളികളും പക്ഷികളും കിളികൾ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ സ്റ്റാൻഡേർഡ് നിങ്ങൾ കുറയ്ക്കരുത്. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇടക്ക് കിളികൾ എന്നൊക്കെ വരും.
ഇവിടെ ഇങ്ങനെ ഒരു ചെക്കുണ്ട് കേട്ടോ, പെരുമ്പാമ്പിനെ മുതലേ എന്താണ് പെരുമ്പാമ്പിനൊക്കെ വെച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. കഴുത്തിലിട്ടാണ് നമ്മൾ മേലിട്ട് ഫോട്ടോ എടുത്ത് തരും. പക്ഷെ പെരുമ്പാമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ പാമ്പ് പറയുമ്പോൾ ചെറിയൊരു അറപ്പ്. ഇത് മേലിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഇതൊക്കെ പാട് കഴുത്തിലിട്ട് മുറുക്കി കൊന്നാലോ എന്നുള്ളൊരു പേടിയായിട്ട്. അങ്ങനെ മുറുക്കി കൊല്ലൊന്നുമില്ല, അങ്ങനത്തെ വിഷയം കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു കുട്ടിയുടെ പാമ്പിന് പെരുമ്പാമ്പിൻ്റെ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഒരു ഫിഷിൻ്റെ ഒക്കെ ഒരു ചെറിയ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഈ ഇവിടെയാണ് കുട്ടികൾ കൂടുതലായിട്ട് കളിക്കുന്നത് കേട്ടോ, ഈ മീനിൻ്റെ ഫിഷിൻ്റെ ഇതിൽ. അത് ഇതേപോലെ തന്നെ ഒരുപാട് കിളികളുണ്ട്, ആഫ്രിക്ക തത്തതൊക്കെ പറയുന്നുണ്ട്. ഇതിനൊക്കെ യഥാർത്ഥത്തിൽ വേറെ എന്തൊക്കെയോ പേരുണ്ട്, നമ്മൾ ആണ് പറയുന്നത്, ഓരോ പേരാണ് വിളിക്കുക, ആഫ്രിക്ക തത്തന്നൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ കിളികളൊക്കെ ഉള്ളിൽ കയറി നമ്മൾ ഫോട്ടോ എടുക്കണത് വെറും 20 രൂപ ഉള്ളൂ ടിക്കറ്റ് ചാർജ്. നേരെ പാർക്കിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ ഇവിടെ കുറെ കോഴി, താറാവ്, ഇതൊക്കെ ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടുകൊണ്ട് ചെറിയ കുട്ടികൾക്ക്. ഇപ്പം ഇതിൽ വെള്ളമല്ല, ബോട്ടിങ്ങിനൊന്നുള്ള വെള്ളം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാവും ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ആയിരിക്കണില്ല, ഈ ഇരുന്നാ മതി. ഇതാണ് ഒട്ടകപ്പക്ഷി. ഞാൻ വിചാരിച്ച പോലെ കോഴി എന്തെങ്കിലും കയറും, യമു വലുതായതോ കോഴിയോ അങ്ങനെ. ഇത് ഈ സാധനം ചിലപ്പം തൂക്കി എറിയും ഇതിൻ്റെ അടുത്ത് പോയാൽ. അതിൻ്റെ ഇടയിൽ രണ്ട് വലിയൊരു ഒട്ടകപക്ഷിൻ്റെ താഴെ നേരെ 2 ചെറിയ കുള്ളമ്പൈ പശുക്കുട്ടികളാണ് തോന്നുന്നത്. ചെറിയ 2 പശുക്കുട്ടികളുണ്ട്. ചെറുതല്ല, ഇത് വലിയ പശു തന്നെ. പക്ഷെ ഇതൊരു വലുപ്പം ഇത്ര വലുപ്പമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പശുവോ മൂര്യാംശം ഉണ്ട്. ഐസ്ക്രീം ആണോ? അങ്ങനെ പുറത്തിറങ്ങിയപ്പം വേറെ എന്തൊക്കെയോ സെറ്റപ്പായിട്ട് ഇവിടെ ഒരു പാർക്കുണ്ട്. അങ്ങനെ ഓരോ പൈസ നമ്മളത് വാങ്ങി വെക്കണം എന്നുള്ള രീതിയിൽ ഇവിടെ ഉണ്ടാവുമല്ലോ. കാരണം ഇവർക്ക് അതാണുള്ള പരിപാടി. അവിടെ എങ്ങനെ വരും, നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാനുള്ള ഓരോ മേഖലകളും കാര്യങ്ങളൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്. 20 രൂപക്ക് ടിക്കറ്റ് ഫെയർ ഉള്ളൂ ഒരാൾക്ക്. കുട്ടികൾക്ക് പൈസ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി കുട്ടികൾക്ക് കയറാനുള്ള ഒരുപാട് ചില സാധനത്തിനുള്ളൂ ടിക്കറ്റ് കേട്ടോ. ഈ ഊഞ്ഞാല് കാര്യങ്ങൾ അങ്ങനെ കറങ്ങുന്നതാണ്, അതിനൊന്നും ടിക്കറ്റ് ഫെയർ ഇല്ല ഇവിടെ. നമ്മൾ 20 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ മാത്രമേ നമ്മൾ എക്സ്ട്രാ ടിക്കറ്റ് കാര്യങ്ങൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ഇത് എന്തോ വെള്ളത്തിൽ കറങ്ങി നമ്മൾ ഈ ബലൂണിൻ്റെ ഉള്ളിൽ കയറി കറങ്ങുന്നതിന് മാത്രം. ഇവിടെ ഒരു ദിവസം വൈകുന്നേരം വന്നാൽ അത്രയും തോനെ കാണാനുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ലാസ്റ്റ് അവിടെ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് മിസ്റ്റി ലാൻഡിലെത്തി. ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് പുതിയതായിട്ട് ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ ആവും, 2 ദിവസം കൊണ്ട് ഓപ്പൺ ആവും തോന്നുന്നു. നമ്മൾ ഈ 30 രൂപേൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെയാണ് നമ്മൾ കയറിയത്. ചെറിയ ഗ്ലാസ് ബ്രിഡ്ജ്. വലിയ ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിന് ടിക്കറ്റ് ചാർജ് ചിലപ്പോൾ കൂടുതലാവും. അപ്പോൾ മിനിയൂട്ടി കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തിക്കോളി വേണമെങ്കിൽ. നമ്മളെ പഴയ കാലത്ത് ഇവിടെ വന്നിരുന്നൊരു ഏരിയയാണ്, ഇത്രത്തോളം മാറി. ഇപ്പോൾ ഒരുപാട് വർഷം, ഇപ്പോൾ 4-5 നമ്മളൊക്കെ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതിലൊക്കെ ഇറങ്ങി നടന്ന് വെറുതെ കാട് പിടിച്ച് മലയായി നിന്ന ഏരിയയാണ് ഇപ്പോൾ ആളുകളൊക്കെ വന്ന് ഒരു മിസ്റ്റിലാൻഡായി മാറിയിരിക്കുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ മുതലാവുക ചെറിയ കുട്ടികളായിട്ട് വരുന്ന ആളുകളാട്ടോ. ഒരു 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വരുമ്പോൾ ഒരുപാട് കളിക്കാൻ പറ്റിയ ഒരുപാട് പാർക്ക് കാര്യങ്ങൾ, അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ കാളവണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ കയറി അവരൊക്കെ ആദ്യമായിട്ട് കാണുന്നതാവും കാളവണ്ടിയൊക്കെ. അതിലൊക്കെ കയറി ഫോട്ടോ എടുക്കാം. അടന്നോ അങ്ങോട്ട് പോകും അങ്ങോട്ട് വാ.
അങ്ങനെ തന്നെ ഇവിടെ ഒരു ചിമ്പാൻസിൻ്റെ രൂപം അതുപോലെ തന്നെ ദിനോസറിൻ്റെ രൂപമൊക്കെ കോൺക്രീറ്റിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര വൈബ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങൾ അതൊക്കെ കണ്ട് രാത്രി ഏതായാലും സമയം വൈകി. അപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. കുറച്ച് നേരത്തെ എത്തണം കേട്ടോ, എന്നാലേ നമുക്ക് ഇവിടെയുള്ള ഉൾഭാഗങ്ങളും കാര്യം ഒരു 3 മണി ഒക്കെ ആകുമ്പോഴേക്കും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫുള്ള് ഇവിടെ കാണാൻ കഴിയില്ല. കാരണം രാത്രി 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വീട്ടിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ വരണം. അപ്പോഴാണ് ഇവിടെ 3 പാർക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ. അതേപോലെ തന്നെ മിസ്റ്റി ലാൻഡിനെ പോലുള്ള ഒരുപാട് 3 പാർക്ക് കാര്യങ്ങൾ, ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ ആയിട്ട് 2-3 സ്ഥലങ്ങളിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.